ഹലോ. ഇന്ന് ഒരു തിങ്കളാഴ്ചയാണേ. സമയം രാവിലെ 8:45. അനുവാദി സ്കൂളിൽ പോയി. അജയേട്ടനാണെങ്കിൽ ഡ്യൂട്ടിക്കും പോയി. ഞാൻ മാത്രമേ ഇല്ലൂ. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവാനുണ്ട്. അന്നേരം ഞാൻ പിന്നെ വിചാരിച്ചു നിങ്ങളെല്ലാവരും ഒന്നിച്ച് കൂട്ടിയിട്ട് തന്നെ പോയേക്കാന്ന്. കാരണം രാവിലെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടാസ്ക് അങ്ങ് കഴിഞ്ഞല്ല. കാരണം ഇപ്പൊ ചൂടായതുകൊണ്ട് ഈ സമയത്ത് നല്ല ചൂടുണ്ടാവും, എന്നാലും ആ നട്ടുച്ച വെയിലത്തെ ചൂട് കുറച്ച് കുറയുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു രാവിലെ പോയിട്ട് ആ ഒരു ടാസ്ക് അങ്ങ് തീർത്തേക്കാന്ന്. അങ്ങനെ കുറേ സാധനങ്ങളൊന്നും ഇല്ല കേട്ടാ. ഓൾറെഡി ഞാൻ ഇപ്പൊ കഴിഞ്ഞ വ്യാഴാഴ്ച പോയിട്ട് മേടിച്ചിട്ടുണ്ടായി. അന്നേരം പിന്നെ കുറച്ച് ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ട്. അന്നേരം നമുക്ക് എത്ര നോട്ട് ചെയ്ത് വെച്ചിട്ട് പോയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സാധനങ്ങൾ നമ്മൾ മറക്കൂലേ, അതുപോലെയാണ് എന്റെ അവസ്ഥ കേട്ടാ. അന്നേരം ഞാൻ പിന്നെ വിചാരിച്ചെന്നാ പിന്നെ ഞാൻ തന്നെ പോയിട്ട് മേടിച്ചിട്ട് വരാം. കാരണം ഒരു ചെറിയ ലിസ്റ്റിലാക്കിയിട്ട് വെച്ചതാണ്. അന്നേരം വ്യാഴാഴ്ച പോകുന്ന സമയത്ത് ഈ ലിസ്റ്റ് എടുക്കാൻ ഞാൻ മറന്നു. ഞാനിങ്ങനെ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് ഫ്രിഡ്ജിന്റെ അവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അതിൽ കഴിയുന്നതിനനുസരിച്ച് സാധനങ്ങൾ ലിസ്റ്റ് അതിൽ എഴുതിയിട്ട് വെക്കലാണ്. അന്നേരം ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സാധനം മേടിക്കാൻ വ്യാഴാഴ്ച ഇങ്ങനെ കഴിഞ്ഞു പോയ സമയത്ത് ഈ സ്റ്റിക്കി നോട്ട് എടുക്കാൻ മറന്നുപോയി. അന്നേരം എന്റെ മൈൻഡിലുള്ള കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞു എന്നില്ല, ഓർമ്മയിലില്ല കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു കുന്നോളം വീണ്ടും വാങ്ങിക്കാനുണ്ട്. ഞാൻ പിന്നെ വിചാരിച്ചെന്നാ പിന്നെ അതെല്ലാം വാങ്ങിച്ചിട്ട് വരാം. പച്ചക്കറിയൊന്നും അങ്ങനെ അധികം ഇല്ല, എന്നാലും വാങ്ങിക്കാനില്ല. എന്നാലും അവിടെ നല്ല പച്ചക്കറി ഉണ്ടെങ്കിൽ അതെല്ലാം മേടിക്കാന്ന് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ആണ് കേട്ടാ. അന്നേരം എന്തായാലും ഒരു രാവിലെ ഒരു യാത്രയും കൂടിയായി. പിന്നെ നിങ്ങളെല്ലാരും കൂട്ടിട്ട് ഒന്നിച്ച് തന്നെ പോവാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ ഓക്കെ, റെഡി ആയിട്ട് നിൽക്കുന്നു. ഫുള്ള് സെറ്റായി, എല്ലാം ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് പൗഡറെല്ലാം ഇട്ട് നിൽക്കുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് വീഡിയോ ഇപ്പം എത്രത്തോളം അത് എനിക്ക് എടുക്കാൻ പറ്റും അറിയില്ല. കാരണം മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം സാധനം വാങ്ങിക്കലാണല്ലോ. അന്നേരം എന്തായാലും നോക്കാം കേട്ടാ. ഓക്കെ. എനിക്ക് ശരിക്കും സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ട് ഈസി ഒറ്റക്ക് പോകുന്നതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടം ചേട്ടന്റെ കൂടെ പോകുന്നതാണ് കേട്ടാ. ആ ചേട്ടന്റെ കൂടെ നല്ല ആരെങ്കിലും ഉണ്ടാവണം ഒന്നിച്ച്. അത് നല്ലൊരു രസമുള്ള കാര്യമാണ്. ഒറ്റക്ക് പോകുന്നതിനെക്കാട്ടിയും അതാണ് കുറച്ചും കൂടിയും ഞാൻ എൻജോയ് ചെയ്യുന്നത്. പിന്നെ ഒറ്റക്കാൻ ആരും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ വേഗമായി നല്ലൊരു കാര്യം. അനുവിനെ അതിനെയും കൂട്ടിയിട്ടെല്ലാം പോയി കഴിഞ്ഞാൽ തപ്പിത്തടഞ്ഞ് നിൽക്കേണ്ടി വരും. ഡ്രൈവിംഗ് അറിയുന്നതുകൊണ്ട് ഇങ്ങനത്തെല്ലാം കുറച്ച് ഗുണങ്ങളുണ്ട് കേട്ടാ. കാരണം ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് പോയിട്ട് വരാല, അതൊന്നാമത്തെ കാര്യം. പക്ഷെ എല്ലാരും പറയും ഭർത്താക്കന്മാരെ കൂട്ടിയിട്ട് വണ്ടി ഓടിക്കാൻ പോയിക്കൂടാന്നെല്ലാം പറയുവേ. പക്ഷെ ഇവിടെ എനിക്ക് അജയേട്ടന്റെ പേരും നല്ല കംഫർട്ടബിൾ ആണ്. കാരണം എന്തോ എനിക്ക് ഇഷ്ടമാണ്. രാവിലെ ആകുമ്പോ അധികം തിരക്കുണ്ടാവൂല കേട്ടോ, അധികം തിരക്കുണ്ടാവില്ല. ഞാൻ ചില സമയങ്ങളിൽ അനുവിനെയും അതിനെയും കൂട്ടിയിട്ട് ഉച്ചക്ക് നേരെ പോവേ. ഞാൻ ആ സമയത്ത് ഉച്ചക്കൊരു തിരക്കുണ്ടാവും. അതുപോലെ സ്കൂളിലേക്കെല്ലാം പിക്ക് ചെയ്യാൻ പോകുന്നവരെല്ലാം കൂട്ടിയിട്ട് വരുന്ന സമയത്ത് ഇന്ന് സാധനം മേടിച്ചിട്ട് പോകുന്നവരുണ്ടാവും അല്ല. അങ്ങനെ ഓക്കെ. അങ്ങനെ നമ്മ നെസ്റ്റോല് എത്തിയിട്ടുണ്ട് കേട്ടാ. ഇനി സാധനം വാങ്ങിക്കണം. പേഴ്സ്, കവറ്, ഒന്നല്ല 2 കവറ് ഇതെല്ലാം എടുത്ത് വേണം പോകണം. പിന്നെ നെക്സ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് വേറൊരു ഷോപ്പ് ഉണ്ട്. ആടെ ഒന്ന് കയറി നോക്കണം. അത് ചെറുത്, അങ്ങനെ വലിയ ടെൻ മാർക്കറ്റ്സ് എന്നാണ് പേര്. വലിയ റേറ്റിലൊന്നും ആയിരിക്കില്ല. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് കിട്ടുന്നതാണ്. അന്നേരം ആടത്തേക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആടത്തേക്ക് ഒന്ന് കയറി നോക്കൂട്ടാ. നമ്മ പെണ്ണുങ്ങളല്ലേ, പെണ്ണുങ്ങൾക്ക് പൊതുവെ അങ്ങനത്തെ ഒരു തൊര മേടിക്കാനൊന്നും ആയിരിക്കൂല. എനിക്ക് ചിലപ്പോ ഒന്നും മേടിക്കാനുണ്ടാവില്ല. ചിലപ്പോ ഒന്നും മേടിക്കാണ്ട് തന്നെ ഇറങ്ങുകയും ചെയ്യും. വെറുതെ കണ്ടിട്ട് വരും. ഇപ്പൊ നമ്മളവിടെ എന്തെല്ലാം പറയുമ്പോ എന്തെല്ലാം ഓർമ്മ വരും. നമ്മളവിടെ നാട്ടില് ചീമേനി മുണ്ടിയക്കാല് തെയ്യമുണ്ട്. അത് ഏകദേശം 2 ആഴ്ചയോളം ഉണ്ട്. 10-15 ദിവസം തെയ്യാണ്. അന്നേരം ആ സമയത്ത് അച്ഛനും ഏട്ടനെല്ലാം ആദ്യം മുമ്പിൽ നടക്കും. ഞാനും അമ്മയെല്ലാം മെല്ലെ, കാരണം ഈ വഴി ബസ് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ എന്താണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് റോട്ടിലേക്ക് പോകാനാവൂല. ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പുറം ഇപ്പുറം നിറയെ ചന്തകളാണ്, നിറച്ചും ചന്തയുണ്ടാവും. അന്നേരം ആ സമയത്ത് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ
ഈ പറഞ്ഞതുപോലെ ഞാനും അമ്മയും മെല്ലെ നടന്ന് ആടിപ്പാടി. അച്ഛൻ നമ്മ മുമ്പോട്ട് പോകുമ്പോ അച്ഛനെ കാണില്ല, അച്ഛനങ്ങ് തിരിട്ടാവും. അല്ലെങ്കിൽ അച്ഛന് നടത്തത്തിന് കുറച്ച് സ്പീഡ് കൂടുതലാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ച് കൂടുതൽ നടക്കും. ഇപ്പാണെങ്കിലും പ്രശ്നമില്ല. പണ്ട് ഞാനും ചെറുതല്ലേ, അന്നേരം അമ്മക്ക് നാട് അമ്മ വേക്കലേ ഓടും. ഇപ്പൊ നമ്മ എല്ലാം ആസ്വദിച്ച് മെല്ലെ അച്ഛൻ പറയും നിങ്ങ നോക്കിയിട്ട് വന്നോ, ഞാൻ വണ്ടി പോയിട്ട് ഇരിക്കാ പറയും. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കൂല കേട്ടോ. ഇപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നല്ല തിരക്കുവാണ്. മുണ്ടിയക്കാലം എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കുറെ കൊല്ലായി പോവാത്തത്. അങ്ങനത്തെ എല്ലാം സംഭവമാണ്. അന്നേരം എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ നോക്കി നടക്കാൻ വേണ്ടിട്ട്. മേടിച്ചിട്ടില്ലെങ്കിലും നോക്കി നടക്കാൻ ഇഷ്ടമാണ്. അന്നേരം പൊതുവേ അജയേട്ടൻ എന്നോട് പറയും നീ എന്നെ പോയിക്കോ, നീ ഒറ്റയ്ക്ക് പോയിക്കോ. എന്നാ പിന്നെ ഞാൻ ഇതുപോലെ അത് വെറുതെ ഇങ്ങനെ ബോറടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നീ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് നീ എന്താ വെച്ചാ ചെയ്തു എന്ന് പറയും. അങ്ങനെ ഞാൻ പിന്നെ മെല്ലെ അകത്തേക്ക് കയറിയിട്ടാ ഓരോന്ന് മെല്ലെ മെല്ലെ നോക്കി ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ് വരുന്നത്. കിച്ചൺ ടവലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിലില്ലതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ പാത്രമെല്ലാം കഴുകുന്ന സമയത്ത് ആ ലിക്വിഡ് ഒഴിച്ച് വെച്ച് പ്രസ് ചെയ്തിട്ട് നമ്മൾ പാത്രം, ഇപ്പോൾ ഏകദേശം എല്ലാം ഫെമിലിയറാണെന്ന് തോന്നുന്നു. ഞാനിത് ആ ഇറങ്ങുന്ന സമയത്ത് വാങ്ങിച്ചതാണ്. എനിക്ക് അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു അത്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ടിലെല്ലാം കാണാൻ വേണ്ടി നല്ല രസമില്ലേ. എനിക്കിങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ്. അതുപോലത്തെ ചെറുത് കേട്ടാ. പിന്നെ നമുക്ക് അത്ര ചെറുത് കിട്ടിയിട്ട് എല്ലായിടത്തും യൂസ്ഫുൾ ആവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ വാങ്ങിക്കാൻ മെനക്കെട്ടില്ലേ. ഓൾറെഡി എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് അങ്ങനത്തത്. മെയിനായിട്ട് ഇവിടെ വേണ്ട കാര്യം അത് പൊടിയരി. ഇവിടെ ഇടയ്ക്ക് കഞ്ഞിയെല്ലാം ആക്കുന്ന സമയത്ത് പൊടിയരി ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് അല്ലേ. അത് പക്ഷേ വലിയ പാക്കറ്റ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെറുത് 2 എടുത്തു. പിന്നെയുള്ള സാധനമാണ് കോക്കനട്ട് മിൽക്ക്. അനുവിനെ അധികം ഈ തേങ്ങാപ്പാൽ ഒഴിച്ച കറിയെല്ലാം നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അധികം ഇവിടെ സ്റ്റോക്ക് ഉണ്ടാകുന്നൊരു സാധനമാണ്. അതിൻ്റെ പൗഡർ എനിക്ക് അത്ര ഇഷ്ടപ്പെടലില്ല. ഇതുപോലെയുള്ള ബോട്ടിലായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ടേസ്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്ക് ഇടയ്ക്ക് മന്തിയെല്ലാം വെക്കുന്ന സമയത്ത് ആവശ്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അധികമൊന്നും വാങ്ങിക്കാനൊന്നുമില്ല. 2 ചെറിയ പാക്കറ്റ് അതെടുത്തുവേ. പിന്നീലതാണ് ന്യൂട്ടല്ല. ഇത് അധികം സ്റ്റോക്ക് വെക്കും. കാരണം അനുവിനെ അധികം ഈ ചപ്പാത്തിയെല്ലാം ആക്കി കഴിഞ്ഞാൽ കറീനെയും കാട്ടി ഇഷ്ടം ന്യൂട്ടലിൽ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് റോൾ ചെയ്ത് കഴിക്കാനാണ്. അതുകൊണ്ട് അതും വാങ്ങിച്ചു. പിന്നെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് മുകളിലോട്ട് ഡ്രസ്സിൻ്റെ സെക്ഷൻ. അങ്ങനെ എനിക്ക് കുറച്ച് ടോപ്പ് മേടിക്കണം എന്ന് കുറച്ച് ദിവസമായി ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ലതായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. നല്ലതായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് പിടിക്കണം, സൈസ് കറക്റ്റ് ആവണം, എല്ലാം ആവണമല്ലോ. എന്നിട്ട് പിന്നെ ചെക്ക് ചെയ്തിട്ട് അവസാനം എനിക്ക് 2 അവിടെ കിട്ടി കേട്ടാ. എപ്പോൾ പോയി കഴിഞ്ഞാലും ഞാനിങ്ങനെ മുകളിലോട്ട് കയറിയിട്ട് ഇതെല്ലാം ഒന്ന് കറങ്ങി നടക്കൂട്ടോ. വെറുതെ കണ്ടു നടക്കാനാണേ. നല്ല രസമില്ലേ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ചെരുപ്പിൻ്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് 10 റംസേ ഇല്ലു ആ ചെരുപ്പിന്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അനുവിനെ അധിക്കെല്ലാം പറ്റുന്നൊരു ചെരുപ്പാണ്. ആ ഒരു സൈസില്ല, പിള്ളേരുടെ സൈസാണ്. പക്ഷേ അനുവിൻ്റെ അധികം, കാരണം ഓരോരോ ചെരുപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. സൈസ് സെയിം ആണെങ്കിലും നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അനുവിനെ അതിന് തന്നെ കൂട്ടിയിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. അപ്പോഴേക്കും അത് കയ്യോ എന്തോ. ഈ സൈഡ് കുട്ടികളെ സെക്ഷനാണ്. ടോയ്സും അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ.
കാണാൻ നല്ല ഭംഗിയില്ലേ, ഒരുപാട് ചെരുപ്പുണ്ടാടാ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ നീളം വൈസ് എനിക്ക് കറക്റ്റ് ആയിരിക്കുമേ, പക്ഷെ വീതി വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് പിന്നെ അത് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു. ഈ സൈഡ് എത്തുമ്പോൾ അനുവിനെ ആദ്യം ഒരു സൈഡ് വലിവ് ഉണ്ടാവലുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നോക്കാണ്ടിരിക്കല്. പിന്നെ അവിടുന്ന് താഴോട്ടിറങ്ങി കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം മേടിച്ച് ബില്ലാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയേ. അവിടുന്ന് നേരെ പോയത് തൊട്ടടുത്ത ഷോപ്പായ ടെൻസ് മാർക്കറ്റിലേക്കാണ്. നേരെ ഞാൻ പോയത് കളറിംഗ് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അനുവിനെ അധികം 2 കളറിംഗ് ബുക്ക് അവിടെ നിന്ന് എടുത്തു കേട്ടാ. നമുക്ക് കുറേ കളക്ഷൻസിലെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഏത് സാധനം എടുക്കുന്നതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ, അതുപോലെ എനിക്ക് അധികം ഉണ്ടാവലുണ്ട്. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കളർ കൊടുക്കാനുള്ള ബുക്കിൻ്റെ. എനിക്ക് ഏതാ എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെ ഉണ്ടായത്. ലാസ്റ്റ് ഒരു പ്രിൻസസിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഇതിപ്പം വരുന്നത് കളർ കൊടുക്കുന്ന സാധനങ്ങളാണ്. ഇപ്പം കളർ പെൻസിലായാലും സ്കെച്ചായാലും മാർക്കർ, പെന്ന്, ഇങ്ങനെയൊക്കെ ഈ സൈഡിൽ വരുന്നത് കേട്ടാ. ഈ പിങ്ക് കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ എന്തിൻ്റെ സെക്ഷനാണെന്നുള്ളത്. നിറയെ എന്ന് പറയുന്നത് നമ്മളെ കുഞ്ഞു കുഞ്ഞു ബുഷും അതെല്ലാം ഉണ്ടായിനി. പിന്നെ ആടുന്നതായി മുകളിൽ കാണുന്ന ആ ഒരു പാക്കറ്റ് ബുഷ് ഞാൻ എടുത്തുവേ, കാരണം ഇവർക്ക് രണ്ട് സൈഡായിട്ട് മടഞ്ഞു കെട്ടാനുള്ള നല്ല ഇഷ്ടമാണ്. അന്നേരം പിന്നെ അങ്ങനെ ആ ഒരു പാക്കറ്റ് എടുത്തു. പിന്നെ എനിക്കിങ്ങനെ ഹെയർ ബണ്ണ് കണക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് ആവശ്യമുണ്ടായിനി. അന്നേരം കുറേ നാളായി ഞാൻ സെയിം ആയിട്ടുള്ള ക്ലിപ്പ് തന്നെ എടുക്കുന്നത്. അതന്നെ ഞാൻ ഫൈൻഡ് ചെയ്തിട്ട് അതന്നെയാണ് ഞാൻ എടുത്തത്, ഒരു മാറ്റവും ഇല്ല. കാരണം എനിക്ക് വേറത് ഇത് കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതിൽ നിന്ന് ഏതെടുത്തു കഴിഞ്ഞാലും എൻ്റെ മുടിക്കത് സ്യൂട്ടാവുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. കാരണം നല്ല ടൈറ്റായിട്ട് നിൽക്കുമോ. അവസാനം ഈ കാണുന്നത് തന്നെയാണ് ഞാൻ മുന്നേ എടുത്തത്, ഇപ്പോഴും എടുത്തതും ഞാൻ ഇത് തന്നെയാണ് കേട്ടോ. മെയിനായിട്ടുള്ള സാധനം ഞാൻ ഇത് വാങ്ങിക്കാനാണ് പോയത്. ഇത് മോതിരാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് മേടിക്കാൻ പോയതെന്നുള്ള കാര്യം ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ഹെയർ ആക്സസറീസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ട് നടക്കാൻ തന്നെ ഒരു പാങ്ങാണ്. വാങ്ങിക്കണം എന്നൊന്നുമില്ല, എന്നാലും അനുനിയാദിക്ക് വേണ്ടി ഞാൻ കുറച്ച് വാങ്ങിച്ചിന് കേട്ടാ. പിന്നെ ഞാൻ വെറുതെ ഒന്ന് ടോയ് സെക്ഷനിലേക്ക് കയറിയേ. ഇതൊക്കെ ഉണ്ടാക്കി കിച്ചൺ സെറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. പണ്ട് നമ്മൾ ഈ ചട്ടികളിലെ മണ്ണ് വരി കളിച്ചിട്ട് ആ കാലൊന്നുമല്ലല്ലോ അല്ലേ. ഇപ്പം എന്തെല്ലാം വെറൈറ്റിയാണ്. ഗ്യാസും സ്റ്റൗവും ജ്യൂസറും ഓവനും എല്ലാം ഇല്ല സെറ്റെല്ലാം ഉണ്ട് കേട്ടാ. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ടോ, ഇത് കണ്ട ഈ സംഭവം നമ്മൾ ഈ സ്റ്റീലിൻ്റെ എല്ലാം പാത്രം വരുന്നില്ലേ, അതുപോലത്തത് എല്ലാം ഉണ്ട്. അരിപ്പക്കയിലെല്ലാം ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. എന്തെല്ലാം വെറൈറ്റിയാണല്ലേ.
പിള്ളേർക്ക് ഇപ്പം എന്തെല്ലാം സാധനം മേടിക്കാൻ കിട്ടുന്നത്. ഇപ്പം ഈടെ മാത്രമൊന്നുമല്ല, ഇതെല്ലാം നാട്ടിലും കിട്ടുന്ന സാധനമല്ലേ. ഞാൻ ഈ ഇടയ്ക്ക് നാട്ടിൽ തെയ്യത്തിന് പോയ സമയത്ത് ആടയിലും ഉണ്ടായിനി കിച്ചൺ സെറ്റും സംഭവങ്ങളെല്ലാം. പണ്ട് നമ്മളെ കാലം നല്ല ബ്യൂട്ടിഫുള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ കാലം അടിപൊളിയാന്ന് കേട്ടാ. ഞാൻ സാധനം മേടിച്ചു കേട്ടാ. നെക്സ്റ്റ് ഒന്ന് സാധനം വാങ്ങിച്ചു. തൊട്ടപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട്, ടെൻസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പ് ഉണ്ട്. അടുത്തേക്ക് പോയി. ആടുന്ന് വെറുതെ ഒന്ന് കയറി കുറച്ച് ചില്ലറ സാധനം ആടുന്ന് മേടിച്ചു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആടെ കയറാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് ഞാനൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിന്. ജൂൺ 26 നമ്മളെ എൻഗേജ്മെന്റ് ആനിവേഴ്സറി ഉണ്ടായിന്. അന്നേരം ചേട്ടൻ എനിക്ക് അതിനൊരു നോസ്പിൻ മേടിച്ചാൽ തന്നെ ഈ മുക്കുത്തി മേടിക്കാൻ പോകുന്ന സമയത്ത് അനു അന്നേരം പറഞ്ഞു എനിക്ക് മോതിരം വേണമെന്ന്. അന്നേരം മുന്നേ ഒരിക്കൽ ഇങ്ങനെ ഒരു മോഹം ഉണ്ടായതുകൊണ്ട് അന്നേരം അവിടെ പോയിട്ട് അവരോട് ചോദിച്ചു റിങ് ഉണ്ടോന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഇല്ല, പിള്ളേർക്ക് പറ്റിയ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മീൻസ് ഇവരെ ഒരു ഏജില്ല, 10 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള പിള്ളേർക്കില്ല. പിന്നെ ഉള്ളത് വലിയവർ റിങ്ങാണ്, അത് വെച്ച് നോക്കണം. അത് വെച്ച് നോക്കുമ്പോഴൊന്നും ഇവർക്ക് കറക്റ്റ് ഇല്ല. പിന്നെ ഉള്ളത് കുഞ്ഞു പിള്ളേർ നമ്മളെ ഗിഫ്റ്റുള്ള 28ാം പിറന്നാളിൽ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു ടൈപ്പില്, ആ ചെറിയ ടൈപ്പില് മോതിരം മാത്രം. അതിന്റെ അവസാനം പിന്നെ അവർക്ക് സമാധാനമായി. ആടിയില്ല, ആളോട് തന്നെ ചോദിച്ചതല്ലേ. എന്നിട്ട് ഈ കുത്തി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഇവള് പറഞ്ഞു ചോദിക്കും. അന്നേരം ഞാൻ പിന്നെ അത് അത്ര വലിയ കാര്യം, കാരണം എന്താ പറഞ്ഞാല് ഒന്നാമത്തെ കാര്യം പിള്ളേർക്ക് മോതിരം കൊടുക്കുന്ന എനിക്ക് അത്ര ഒരു താല്പര്യമില്ലതല്ല. കാരണം അവർക്ക് അവരെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മയെല്ലാം ഇടുന്നുണ്ടല്ലോ, അങ്ങനെയില്ലതാ. പക്ഷെ എന്തായാലും ഒരു സ്വർണത്തിന്റെ എന്ന് പറഞ്ഞാൽ ഒരു തരിക്ക് തന്നെ ഇപ്പൊ അത്ര പൈസയുണ്ട്. ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഞാൻ പറഞ്ഞു ഇല്ല, നമുക്ക് വേറെ നോക്കാം, നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം ഇവിടുന്ന് വാങ്ങിക്കാം എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ, കാരണം അവർക്ക് അതിന്റെ വാല്യൂ അറിയില്ലല്ലോ. അന്നേരം അവർക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ളത് കിട്ടിയാൽ അവർക്ക് മതി. ഗോൾഡ് അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നുമില്ല, അവർക്ക് റിങ് എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്നേരം മുക്കുത്തി വാങ്ങിക്കുന്ന കൂട്ടത്തിൽ എനിക്കൊന്ന് അത്രയാ ചിന്തിച്ചത്. അന്നേരം ഞാനിങ്ങനെ ഒരു പറഞ്ഞു മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് എന്റെ അവസാനം ഓക്കെ കൂളായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അന്നേരം ഞാൻ ഇന്ന് പോയിട്ട് തപ്പിയത് ആടെ ഉണ്ടോ അങ്ങനെ അതുപോലത്തെ റിങ് ഉണ്ടോ. നെസ്റ്റോയിൽ നോക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല കേട്ടാ. അന്നേരം ഞാൻ തൊട്ടപ്പുറത്ത് അവിടെ പോയി നോക്കി നോക്കാം. അവിടെ ഏകദേശം അങ്ങനത്തെ ഉണ്ടാവലുണ്ട്, അൽക്കുലത്തെ സാധനങ്ങളിൽ ഉണ്ടാവലുണ്ട്. പിന്നെ എന്തെല്ലാം വെറൈറ്റി ഉണ്ട്. ഞാൻ പിന്നെ ഏകദേശം ഒന്ന് സെറ്റ് ആക്കിയിട്ടുള്ളത് അങ്ങനെ മേടിച്ചു. അത്രേ 2 ദിവസമേ ഉണ്ടാവൂല. സ്കൂളിലേക്കോ അങ്ങനെയൊന്നും കൊണ്ടുപോകാനൊന്നും ഇട്ടിട്ട് പോകാനോ ഒന്നും പറ്റില്ല. അന്നേരം വെറുതെ ഒരു ആഗ്രഹത്തിന് എന്നുള്ള രീതിയിലല്ലേ. അന്നേരം ഞാൻ പിന്നെ വിചാരിച്ചു എന്നാ പിന്നെ അത് വാങ്ങിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ മെയിൻ ആയിട്ട് അടുത്തേക്ക് പോയിന്. അത് സമയം നല്ലോണം ലേറ്റ് ആയി അതിനുള്ളിൽ കയറിയിട്ട്. ഞാൻ ഈ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞേ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയ സമയത്ത് ഞാൻ സാധനം മേടിക്കാനുള്ള ലിസ്റ്റ് എടുത്തില്ല, അതുകൊണ്ട് എനിക്ക് വീണ്ടും വേണ്ടി. എന്നിട്ട് ഞാൻ ഇന്ന് എടുത്തു ഇല്ല, ഇന്നും എടുത്തില്ല. ഇന്നും എടുക്കാണ്ടാ പോയിന്, ഇന്നും മറന്നു. ആ ഫ്രിഡ്ജിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടായില്ലേ, അതാവുമ്പോ പെട്ടെന്ന് നമുക്ക് എന്താ പറയല് അതില് മാർക്ക് ചെയ്ത് വെക്കാലോ. കഴിയുന്നത് എന്നാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിൽ മാർക്ക് ചെയ്ത് വെക്കാം. പക്ഷെ അന്നേരം അത് അവിടുന്ന് പോലും ഞാൻ എടുത്തിട്ടില്ല. അതാണ് കോമഡി. ഞാൻ എടുത്തിട്ടില്ല, എടുക്കാണ്ട് പോയി. എന്നിട്ട് അവിടെ ഇരുന്ന് കുത്തിയിരുന്നിട്ട് ആലോചിച്ചു ഇല്ലാത്തത്. കാരണം നമുക്ക് എമർജൻസിയിലെ ഇപ്പൊ തക്കാളി ഇല്ല, ഉള്ളിയില്ല, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ഓർമ്മ, ചായപ്പൊടിയില്ല, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യമാണ്. പക്ഷെ ഈ ക്ലോറക്സ്, സോപ്പ് പൊടി പിന്നെ ഓർമ്മയുണ്ടാവും. ക്ലോറക്സ്, പിന്നെ മറ്റേ വാഷ്റൂം കഴുകുന്ന സാധനം, ഫ്ലോർ ക്ലീനിങ് ലിക്വിഡ്, ഇങ്ങനത്തെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഓർമ്മയുണ്ടാവില്ല. ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പിന്നെയും നമുക്കൊരു ഓർമ്മയുണ്ടാവും. എന്നിട്ട് അവിടെ എല്ലാ സെക്ഷനിലും കയറി, ഇതിലെ എല്ലാം വലിഞ്ഞു കയറി എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ ഏകദേശം ഓർമ്മയിലെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ വന്നു. ഇനിയിപ്പോ ഇന്ന് പോയിട്ട് ഇനിയിപ്പോ ഫ്രിഡ്ജ് തപ്പുമ്പോ ഫ്രിഡ്ജില് ഒട്ടിച്ചു വെച്ചത് നോക്കുമ്പോഴാണ് ഏതെല്ലാം മിസ്സിംഗ് ആയിട്ട് അറിയാം. ആടെ എത്തിയിട്ട് ഞാൻ ഇങ്ങനെ പോക്കറ്റ് തപ്പി നോക്കുന്നത്, ഞാൻ എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോ ഓർമ്മയില്ലാതെ പെട്ടെന്ന് എടുത്തിട്ട് പോയതാന്നോന്നുള്ളത്, പക്ഷെ എടുത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ വീട്ടിലെത്തി സാധനം ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങളെല്ലാം കൂട്ടിയിട്ട് സാധനം വാങ്ങിക്കാൻ പോയിനി, അതുപോലെ ഞാൻ വിട്ടിരിക്കുന്നു, അതത് സ്ഥലത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം. ഉച്ചക്കേക്കുള്ളതെല്ലാം ഉണ്ട്, ഫുഡ് ഉണ്ടാക്കണം. ഇപ്പൊ 11:20 ഇപ്പൊ അനുവിനെ അതേനും 2 മണിയാകുമ്പോൾ കൂട്ടാൻ പോണം. അപ്പോഴേക്ക് ഫുഡെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. ഓക്കെ, എന്നാല് അടുത്ത വീഡിയോയിൽ കാണുന്നേരം ബൈ.